ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഏപ്രിൽ 12. പാവങ്ങളെ കടക്കാരനാക്കി മോദി ഭരണം. സമ്പന്നരെ അതിസമ്പന്നരും മഹാഭൂരിപക്ഷത്തെയും പരമദരിദ്രരുമാക്കി എന്നതാണ് മോദി സർക്കാരിൻ്റെ 10 വർഷ ഭരണത്തിൻ്റെ പ്രധാന സവിശേഷത. GDP വളർച്ചയെക്കുറിച്ച് ഊറ്റം കൊള്ളുമ്പോഴും അതിൻ്റെ നേട്ടം പാവപ്പെട്ടവർക്ക് ലഭിക്കുന്നില്ല. അതിസമ്പന്നരായ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ സ്വത്ത് കുമിഞ്ഞുകൂടിയപ്പോൾ ഒരു നേരത്തെ ആഹാരം ലഭിക്കാതെ വലയുന്ന സാധാരണ മനുഷ്യരുടെ എണ്ണം പെരുകി. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും വേതനം മരവിപ്പിക്കലും ജനങ്ങളുടെ വരുമാനം ഇടിച്ചു. വർദ്ധിച്ചുവരുന്ന വിലക്കയറ്റം സാധാരണക്കാരന് മേൽ ഭീമമായ ഭാരമാണ് സൃഷ്ടിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ രേഖകളെ അടിസ്ഥാനമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമാണെന്നാണ് വ്യക്തമാക്കുന്നത്. ഗാർഹിക കടം വർദ്ധിക്കുന്നുവെന്ന മോത്തിലാൽ ഓസ്വാളിൻ്റെ അറ്റ സാമ്പത്തിക റിപ്പോർട്ട് ഇതിന് ഉദാഹരണമാണ്. 2023 ഡിസംബറിൽ കുടുംബങ്ങളുടെ കടം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 40% എന്ന റെക്കോർഡ് നിരക്കിലാണ് ഗാർഹിക കടം ഉയർന്നത്. ഇതോടെ കുടുംബങ്ങളുടെ അറ്റ സമ്പാദ്യം GDPയുടെ താഴ്ന്ന നിലയായ 5%-ലും എത്തി. 2023 സെപ്റ്റംബറിൽ കുടുംബങ്ങളുടെ അറ്റ സമ്പാദ്യം 5 പതിറ്റാണ്ടിനിടയിലെ താഴ്ന്ന നിരക്കായ 5.1% രേഖപ്പെടുത്തിയതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും വ്യക്തമാക്കിയിരുന്നു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രൂക്ഷമാകുന്നതോടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള വരുമാനം കണ്ടെത്താൻ സാധാരണക്കാരന് സാധിക്കുന്നില്ല. ആവശ്യങ്ങൾ നിറവേറ്റാൻ കുടുംബങ്ങൾ വായ്പയെ ആശ്രയിക്കുന്നതുകൊണ്ടാണ് ഗാർഹിക കടം കുതിച്ചുയരുന്നത്. 2022-23 ദേശീയ സാമ്പത്തിക വരുമാനം സംബന്ധിച്ച് ഫെബ്രുവരിയിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം കുടുംബങ്ങളുടെ ഗാർഹിക സമ്പാദ്യം GDPയുടെ 5.3%-ആയി കുറഞ്ഞു. ഇത് 47 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കാണ്. രാജ്യത്തെ 81 കോടി ജനങ്ങൾക്ക് പ്രതിമാസം 5 കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി നൽകുന്നതിനെ നേട്ടമായി ചിത്രീകരിക്കുന്ന മോദി സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണത്തിനിടയിൽ ഭക്ഷ്യ പോഷകാഹാരക്കുറവ് ഗണ്യമായി ഉയർന്ന കാര്യം മറച്ചുവെക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ ഉപഭോക്തൃകാര്യ മന്ത്രാലയങ്ങളുടെ ഔദ്യോഗിക രേഖകൾ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി നെറ്റ്വർക്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ റിപ്പോർട്ട് കാർഡ് 2014-24 ഭക്ഷ്യ പോഷകാഹാരക്കുറവ് ഗുരുതര പ്രശ്നമായി മാറിയതെന്ന് വെളിപ്പെടുത്തുന്നു. മോദി ഭരണത്തിൽ 32% നവജാത ശിശുക്കളും ഭാരക്കുറവ് നേരിടുന്നതായി സർക്കാർ രേഖകൾ തന്നെ വിശദമാക്കുന്നു. ഭക്ഷ്യ പോഷകാഹാരക്കുറവ് ഭീകരമാണെന്നും കുട്ടികളും അമ്മമാരും ഗുരുതരമായ പ്രശ്നം നേരിടുകയാണെന്നും ന്യൂട്രീഷൻ റിപ്പോർട്ട് കാർഡിൽ പറയുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ദേശീയ ആരോഗ്യ സർവേയിൽ 5 വയസ്സിന് താഴെ പ്രായമുള്ള 36% കുട്ടികളിലും വളർച്ചാ മുരടിപ്പും ഭാരക്കുറവും വ്യാപകമാണെന്ന് കണ്ടെത്തി. 32% കുട്ടികളും ഭാരക്കുറവിൻ്റെ ഗുരുതര പ്രത്യാഘാതം നേരിട്ട് അനുഭവിക്കുന്നു. മോദി സർക്കാരിൻ്റെ കാലത്ത് 6 മാസത്തിനും 5 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളിലെ വിളർച്ച ബാധിതരായവരുടെ എണ്ണം 59%-ൽ നിന്നും 67%-ആയി. ലോകത്ത് അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യയെന്നും മോദിയും കൂട്ടരും വീമ്പിളക്കുന്ന അവസരത്തിലാണ് നവജാത ശിശുക്കളും കുട്ടികളും കടുത്ത ഭക്ഷ്യക്ഷാമവും പോഷകാഹാര കുറവും അനുഭവിക്കുന്നത്. മോദി ഭരണത്തിൽ ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലെത്തിയെന്ന BJPയുടെയും സംഘപരിവാറിൻ്റെയും അവകാശവാദങ്ങൾ പൊള്ളയാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമെന്ന് CSDS ലോക്നീതി പ്രീപോൾ സർവേയിൽ കണ്ടെത്തി. ജോലി ലഭിക്കുക എന്നത് ഏറ്റവും പ്രയാസകരമായി എന്നാണ് 62% പേരും അഭിപ്രായപ്പെട്ടത്. വിലക്കയറ്റം രൂക്ഷമാണെന്ന് 71%-വും ചൂണ്ടിക്കാട്ടി. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു എന്നാണ് ഇതൊക്കെ വെളിപ്പെടുത്തുന്നത്.